എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷാരിക. ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ബഫല്ലോ അല്ലെങ്കിൽ എരുമകൾ അല്ലെങ്കിൽ പോത്തുകളെ കുറിച്ചാണ്. ബുബാലസ് ബുബാലിസ് എന്നാണ് ബഫലോസിന്റെ ശാസ്ത്രീയ നാമം. ലോകത്തിലെ ഏറ്റവും നല്ല ബഫല്ലോ ബ്രീഡ്സ് ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയുടെ പാലുൽപാദന രംഗത്തിന്റെ നെടുംതൂണാണ് ബഫലോസ്. മൊത്തം പാലുൽപാദനത്തിന്റെ 50% കൂടുതൽ ബഫലോസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ബഫലോസിന്റെ പോപ്പുലേഷൻ പശുക്കളുടെ പോപ്പുലേഷനേക്കാളും കുറവാണ് താനും. ഉൽപാദന ശേഷിയുടെ കാര്യത്തിൽ പശുവിനേക്കാൾ 3 മടങ്ങാണ് ബഫലോസിന്റെ ഉൽപാദന ശേഷി. കൊഴുപ്പ് കൂടുതലുള്ള പാലായതിനാൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി അഥവാ പാലുൽപ്പന്ന നിർമ്മാണ വിപണിയിലും കൂടുതലായി എരുമപ്പാലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ലോകത്താകമാനമുള്ള ബഫലോസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: സ്വാം ബഫലോസ് ആൻഡ് റിവർ ബഫലോസ്. സ്വാം ബഫലോസ് കൂടുതലായും മാർഷി ലാൻഡ്സിലാണ് ജീവിക്കുന്നത്. മാർഷി ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങൾ. ദേ വാലോ ഇൻ മഡ്. ചെളി നിറഞ്ഞ വെള്ളത്തിലാണ് വാലോ ചെയ്യുന്നത്. വാലോയിങ് എന്ന വേർഡ് സാധാരണയായി എരുമകളിലാണ് ഉപയോഗിക്കുന്നത്. വാലോയിങ്ങിന്റെ അർത്ഥം ചെളി നിറഞ്ഞ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക എന്നാണ്. എരുമകൾ അവരുടെ ശരീരം തണുത്ത് സൂക്ഷിക്കുന്നതിനും പ്രാണികളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേണ്ടി വാലോയിങ് ചെയ്യുന്നു. ദേ ഫീഡ് ഓൺ കോഴ്സ് മാർഷ് ഗ്രാസ്. ചതുപ്പിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ ഇനം പുല്ലുകളാണ് സ്വാം ബഫലോസ് കഴിക്കാറ്. ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഇവിടങ്ങളിലൊക്കെ സ്വാം ബഫലോസിനെ ഇന്ത്യയിൽ കാണാറുണ്ട്. റിവർ ബഫലോസ്. സാധാരണ രീതിയിൽ നമ്മൾ വളർത്തുന്നത് റിവർ ബഫലോസിനെയാണ്. ദേ ലിവ് ഇൻ ക്ലീൻ വാട്ടർ ഓഫ് റിവേഴ്സ്, ഇറിഗേഷൻ കനാൽസ് ആൻഡ് പോൺസ്. കുളങ്ങളിലും ഇറിഗേഷൻ കനാലിലും നദികളിലും ഒക്കെയാണ് റിവർ ബഫലോസിനെ കാണാറ്. ഡൊസൈൽ ഇൻ നേച്ചർ. വളരെ ഇണക്കമുള്ള ബഫലോസ് ആണ്. ഹൈ ഫാറ്റ് പെർസെൻറ്റേജ് ഓഫ് മിൽക്ക്. കൊഴുപ്പ് കൂടിയ ഇനം പാലാണ് റിവർ ബഫലോസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ 3 ക്യാരക്ടേഴ്സ് കൊണ്ട് തന്നെയാണ് റിവർ ബഫലോസിനെ വ്യാപകമായ രീതിയിൽ വളർത്താനായി ഉപയോഗിക്കുന്നത്, പാൽ ഉൽപാദനത്തിന് വേണ്ടി വളർത്താനായി ഉപയോഗിക്കുന്നത്. മുറ, നീലിരവി, സുർത്തി, മെഹ്സാന, ജാഫ്രാബാദി, ഭദാവരി ഇതൊക്കെ റിവർ ബഫലോസിന്റെ പല ഇനം ബ്രീഡുകളാണ്. ഇന്ത്യയിൽ 13 അറിയപ്പെടുന്ന ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് ബഫലോ ഉണ്ട്. അടുത്തതായി നമ്മൾ ബഫലോ ബ്രീഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് മുറ ബഫലോ, ഡൽഹി ബഫലോ എന്നും പറയാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഫലോ ബ്രീഡാണ് മുറ ബ്രീഡ്. ഹരിയാനയുടെ പല റീജിയൻസിൽ നിന്നാണ് മുറ ബ്രീഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബ്രീഡിംഗ് ട്രാക്ട് അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായി ആ ബ്രീഡ് ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന റീജിയൻസിനെയാണ് പറയുന്നത്, പ്രദേശങ്ങളെയാണ് പറയുന്നത്. മുറ ബ്രീഡിനെയാണ് നമ്മുടെ നാട്ടിൽ ക്രോസ് ബ്രീഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നല്ല ഇനം ബഫലോ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മുറ ബ്രീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്: മാസീവ് ബോഡി. മാസീവ് ബോഡി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ബോഡി ആയിരിക്കും. വെൽ ഡെവലപ്ഡ് അഡർ. വെൽ ഡെവലപ്ഡ് അഡർ എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള അകിടായിരിക്കും. ലോങ് ടെയിലാണ്. റീച്ചിങ് അപ് ടു ദ ഫെറ്റ്ലക്സ് എന്ന് പറഞ്ഞാൽ കാലിന്റെ താഴെ വരെ എത്തുന്ന വാല്. അതിന്റെ സ്വിച്ച് വൈറ്റ് ആയിരിക്കും. സ്വിച്ച് എന്ന് ടെയിലിന്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ടെയിലിന്റെ അറ്റമാണ്. മുറ ബഫലോയുടെ സാധാരണ കളറ് ബ്ലാക്ക് ആണ്. ബഫലോസിനെ തിരിച്ചറിയാൻ വേണ്ടി സാധാരണ രീതിയിൽ ഹോൺസിന്റെ പ്രത്യേകതകളാണ് ഉപയോഗിക്കാറ്. മുറ ബഫലോയുടെ ഹോണിന്റെ പ്രത്യേകത ഫ്ലാറ്റ്, പ്രതലം പരന്നതും, അതേസമയം ഹോൺ ഷോർട്ട് ആണ്. വളരെ ചെറിയ നീളം മാത്രമേ ഹോണിന് കാണുകയുള്ളൂ. ടൈറ്റ്ലി സ്പൈറലി കർവിംഗ് ഇൻവേർട്സ്, അകത്തോട്ട് വളഞ്ഞിരിക്കുന്നതും ആയിരിക്കും. അടുത്തത് നീലി രവി ബഫലോസ്. ഒറിജിൻ ഫിറോസ്പൂർ ഡിസ്ട്രിക്ട് ഓഫ് പഞ്ചാബ്. ഉത്ഭവസ്ഥാനം പഞ്ചാബിലെ ഫിറോസ്പൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ബ്രീഡ് ക്യാരക്ടേഴ്സ്: ഹെവി ഹെഡ് വിച്ച് ഈസ് ബൾജിങ് അറ്റ് ദ ടോപ്പ്. തലയുടെ മുകൾ ഭാഗത്തായി ഒരു ഉന്തി നിൽക്കുന്ന ഭാഗവും അതേസമയം കണ്ണുകളുടെ ഇടയ്ക്കായി അല്ലെങ്കിൽ മധ്യഭാഗത്തായി ഒരു കുഴിവും കാണാം. വോൾ ഐസ് ആൻഡ് വെൽ ഡെവലപ്ഡ് അഡർ. വോൾ ഐസ് എന്ന് പറഞ്ഞാൽ കോർണിയയിൽ ഒരു വൈറ്റ് കളർ കാണുന്നതിനാണ് വോൾ ഐസ് എന്ന് പറയുന്നത്. അഡർ
അല്ലെങ്കിൽ അകിട് വെൽ ഡെവലപ്ഡ് ആണ്. കളർ ബ്ലാക്ക് കളറാണ്. അതോടൊപ്പം തന്നെ ഫോർഹെഡ് അഥവാ നെറ്റിത്തടം, ഫേസ്, മസിൽ റീജിയൻ എന്ന് പറയുന്നത് മൂക്കിന്റെ ഈ ഭാഗത്തിനാണ് മസിൽ റീജിയൻ എന്ന് പറയുന്നത്. 4 ലെഗ്സിലും എല്ലാം വൈറ്റ് മാർക്കിങ്സ് കാണാൻ പറ്റും. 7 വൈറ്റ് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. കൊമ്പുകളുടെ പ്രത്യേകത സ്മോൾ ഹോൺസ് ആയിരിക്കും, വളരെ ചെറിയ കൊമ്പുകളായിരിക്കും. അതേസമയം നല്ലവണ്ണം വളഞ്ഞ കൊമ്പുകളും ആയിരിക്കും. അടുത്തത് സുർത്തി ബഫല്ലോ. ഗുജറാത്തിലെ കൈറ, ബറോഡ ഡിസ്ട്രിക്റ്റുകളിലാണ് സുർത്തി ബഫല്ലോയുടെ ഉത്ഭവസ്ഥാനം. ബ്രീഡ് ക്യാരക്ടേഴ്സ് മീഡിയം സൈസ് ആണ്, ലോങ് ഹെഡ് നീളമുള്ള തലയാണ്, സ്ട്രെയിറ്റ് ബാക്ക് അധികം ഹമ്പ് ഒന്നും കാണാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാക്ക് ആയിരിക്കും. 2 വൈറ്റ് കോളേഴ്സ്, 2 വൈറ്റ് കോളേഴ്സ്, ഒരെണ്ണം താടിയലിന്റെ ഭാഗത്തായിട്ടും ജോയുടെ ഭാഗത്തായിട്ടും രണ്ടാമത്തേത് ബ്രിസ്കറ്റിന്റെ ഭാഗത്തായിട്ടും സാധാരണ രീതിയിൽ കാണാൻ സാധിക്കും. കളറ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും. സുർത്തി ബഫലോയെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രധാനമായും അതിന്റെ കൊമ്പുകളെയാണ് ശ്രദ്ധിക്കേണ്ടത്. സിക്കിൾ ഷേപ്ഡ് അഥവാ അരിവാളിന്റെ ഷേപ്പുള്ള കൊമ്പുകളായിരിക്കും സുർത്തി ബഫലോയ്ക്ക് ഉള്ളത്. അടുത്തത് ജാഫ്രാബാദി ബഫലോ. ഗുജറാത്തിലെ കച്ച്, ജുനാഗഡ്, ജാംനഗർ എന്നീ ഡിസ്ട്രിക്റ്റുകളിലാണ് ജാഫ്രാബാദി ബഫലോ സാധാരണ കാണപ്പെടുന്നത്. ജാഫ്രാബാദി ബഫലോയുടെ ബ്രീഡ് ക്യാരക്ടേഴ്സ് മാസീവ് ഫോർകോട്ടസ്. ഫോർകോട്ടസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മുൻഭാഗം, മുൻകാലുകൾ ഉൾപ്പെടുന്ന ഭാഗത്തിനാണ് ഫോർകോട്ടസ് എന്ന് പറയുന്നത്. ഫോർകോട്ടസ് മാസീവ് ആയിരിക്കും, വളരെയധികം വലിപ്പം കൂടിയതായിരിക്കും. അതേപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ഡ്യൂലാപ്പ് നല്ലോണം ഡെവലപ്പ് ചെയ്തതായിരിക്കും. പ്രോമിനന്റ് ഫോർഹെഡ്, മുന്നോട്ട് ഉന്തി നിൽക്കുന്ന രീതിയിൽ വളരെ അധികം വലിപ്പം കൂടിയ നെറ്റിത്തടമായിരിക്കും. ജാഫ്രാബാദി ബഫലോയെ ഹെവിയസ്റ്റ് ഇന്ത്യൻ ബ്രീഡ് ഓഫ് ബഫലോ എന്നും പറയാറുണ്ട്. ഹോണിന്റെ പ്രത്യേകത കൊണ്ടാണ് ജാഫ്രാബാദി ബഫലോയെ കൂടുതലായും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹെവി ഹോൺസ് ആയിരിക്കും, നല്ലവണ്ണം വലിപ്പം കൂടിയ ഹോൺസ് ആയിരിക്കും, കൊമ്പുകളായിരിക്കും. അത് ഇൻക്ലൈൻ ടു ഡ്രൂപ്പ് അറ്റ് ഈച്ച് സൈഡ് ഓഫ് ദി നെക്ക്, കഴുത്തിന്റെ 2 ഭാഗത്തായി വളർന്ന് താഴേക്ക് ഇറങ്ങിയ ശേഷം പിന്നെ മുകളിലേക്ക് വളർന്നു കയറുന്നു. ഈ പ്രത്യേകത വച്ചാണ് ജാഫ്രാബാദി ബഫലോയെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മെഹസാന. ഗുജറാത്തിലെ മെഹസാന, സബർകന്ത, ബനസ്കന്ത എന്നീ ഡിസ്ട്രിക്റ്റുകളിലാണ് മെഹസാന ബ്രീഡ് കാണപ്പെടുന്നത്. മുറ ബ്രീഡിന്റെയും സുർത്തി ബ്രീഡിന്റെയും ഒരു ക്രോസ് ബ്രീഡ് ആണ് മെഹസാന ബ്രീഡ്. മീഡിയം സൈസ്ഡ് അനിമൽ ആണ്. ശരീരത്തിന്റെ പുറകുവശം അഥവാ ഹൈൻഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും കൂടുതലായി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ കറുത്ത കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലാണ് മെഹസാന ബ്രീഡ് കാണപ്പെടുന്നത്. ഹോണിന് പ്രത്യേകിച്ചൊരു ഷേപ്പ് കാണുകയില്ല. മുറ ബ്രീഡിന്റെ അത്രയും വളവ് ഹോണിന് കാണുകയില്ല. അതേസമയം തന്നെ മുറ ബ്രീഡിന്റെ കൊമ്പുകളിലെക്കാളും നീളം കൂടുതലുമായിരിക്കും. അടുത്തത് നാഗ്പുരി ബ്രീഡ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ, അക്കോള, അമരാവതി എന്നീ ജില്ലകളിലാണ് നാഗ്പുരി ബ്രീഡ് കാണപ്പെടുന്നത്. ഹോണിന്റെ പ്രത്യേകത നീളമുള്ളതും സ്വാട്ട് ഷേപ്പ് അഥവാ വാളിന്റെ ഷേപ്പുള്ളതുമായ കൊമ്പുകളായിരിക്കും നാഗ്പുരി ബ്രീഡിനുള്ളത്. മിൽക്ക് പർപ്പസിന് വേണ്ടിയും ഡ്രോട്ട് പർപ്പസിന് വേണ്ടിയും നാഗ്പുരി ബ്രീഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ബന്നി. ഗുജറാത്തിലെ കച്ച് റീജിയനിലാണ് ബന്നി ബഫലോസിനെ കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കച്ചി എന്നും ഒരു പേര് ഇതിനുണ്ട്. ഹോണിന്റെ പ്രത്യേകത മുകളിലേക്ക് വളർന്നതിന് ശേഷം അകത്തേക്ക് ഉള്ളിലേക്ക് 1-2 വളവുകളായി പിന്നെയും വളർന്നിറങ്ങുന്നു. ഡ്രോട്ട് റീജിയനിൽ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ, വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡ് ഓഫ് ബഫലോയാണ് ബന്നി ബ്രീഡ്. അടുത്തത് മറാത്ത്വാഡി ബഫലോസ്. മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ റീജിയനിലെ ചില ഡിസ്ട്രിക്റ്റുകളിലാണ് മറാത്ത്വാഡി ബഫലോസ് കാണപ്പെടുന്നത്. കൊമ്പിന്റെ പ്രത്യേകത ഉരുണ്ട കൊമ്പുകളായിരിക്കും. കഴുത്തിന് സമാന്തരമായി വളർന്ന് പുറകിലോട്ട് പോകുന്ന കൊമ്പുകളായിരിക്കും. പക്ഷേ ഹംപ് റീജിയനിൽ പുറകിലേക്ക് കൊമ്പ് വളർന്നു പോകാറില്ല. നെക്സ്റ്റ് ബ്രീഡ് പന്ധാർപുരി. മഹാരാഷ്ട്രയിലെ സോളാപൂർ, സംഗ്ലി, കോലാപൂർ ഡിസ്ട്രിക്റ്റുകളിലാണ് പന്ധാർപുരിയെ കാണാറ്. ഹോണിന്റെ പ്രത്യേകത നീളം കൂടിയ വാളിന്റെ ഷേപ്പിലുള്ള ഹോണായിരിക്കും.
കലഹണ്ടി ബ്രീഡ് ഓഫ് ബഫല്ലോ. ആന്ധ്രാപ്രദേശിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ഒറീസയിലുമാണ് കലഹണ്ടി ബ്രീഡ് കാണപ്പെടുന്നത്. വിസ്താരമുള്ളതും ചെറുതായി വളഞ്ഞതുമായ കൊമ്പുകളാണ് കലഹണ്ടി ബ്രീഡിൻ്റേത്. അടുത്തത് ചിലിക ബ്രീഡ്. ഒറീസയിലെ ചിലിക ലേക്കിന് ചുറ്റുമായാണ് ചിലിക ബ്രീഡ് കാണപ്പെടുന്നത്. പ്രായം കൂടുന്തോറും കൊമ്പുകൾ മുകളിലേക്ക് വളരുകയും ടിപ്പിക്കൽ സിക്കിൾ ഷേപ്പ്, അരിവാളിന്റെ ഷേപ്പ് കാണാനും സാധിക്കും. ടോഡ ബഫല്ലോ. സൗത്ത് ഇന്ത്യൻ ബ്രീഡാണ് ടോഡ ബഫല്ലോ. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലാണ് ടോഡ ബഫല്ലോ കാണപ്പെടുന്നത്. വൈഡ് എപ്പാർട്ട്, നല്ല അകലത്തിൽ ആയിരിക്കും രണ്ട് കൊമ്പുകളും ഉള്ളത്, രണ്ട് സൈഡിലും ഉള്ള രണ്ട് കൊമ്പുകളും ഉള്ളത്. ഒരു ക്രസന്റ് ഷേപ്പ് അല്ലെങ്കിൽ ചന്ദ്രക്കലയുടെ ഷേപ്പാണ് കൊമ്പുകൾക്ക് കാണുന്നത്. പ്രധാനപ്പെട്ട ബഫല്ലോ ബ്രീഡ്സിന്റെ പെർഫോമൻസ് ഇൻഡെക്സ് ആണ് താഴെ കാണുന്നത്. ആദ്യത്തേത് മുറ. മുറയുടെ ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ്. ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസവം നടക്കുന്ന സമയം. 44 മാസം പ്രായമുള്ളപ്പോഴാണ് സാധാരണ മുറ ബ്രീഡിൽ ആദ്യത്തെ പ്രസവം നടക്കുന്നത്. കാവിംഗ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ രണ്ട് കാവിംഗ് തമ്മിൽ, രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേളയാണ്. മുറ ബ്രീഡിൽ 15 മാസമാണ് കാവിംഗ് ഇന്റർവെൽ. കാവിംഗ് ഇന്റർവെൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആവറേജ് ലാക്ടേഷൻ ഈൽഡ്. ആവറേജ് ലാക്ടേഷൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കറവ കാലത്ത്, ഒരു ലാക്ടേഷൻ പീരീഡിൽ എത്ര പാല് കിട്ടുന്നു, എത്രത്തോളം പാലുൽപാദനം ആ ബ്രീഡ് നടത്തുന്നു എന്നുള്ളതാണ് ആവറേജ് ലാക്ടേഷൻ ഈൽഡ്. മുറയിൽ സാധാരണയായി 1000 മുതൽ 2050 ലിറ്റേഴ്സ് ആണ് ആവറേജ് ലാക്ടേഷൻ ഈൽഡ്. മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പാലിലെ കൊഴുപ്പിന്റെ അംശമാണ് മുറയിൽ 6.9 to 8.3. ജാഫ്രാബാദി ബ്രീഡിന് ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ് 45 മാസമാണ്. കാവിംഗ് ഇന്റർവെൽ 15 മാസം. ആവറേജ് ലാക്ടേഷൻ ഈൽഡ് 2150 മുതൽ 2340 വരെയാണ്. മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് 6.8 മുതൽ 8.5% വരെ. ഭദാവരി ബ്രീഡിന് 45 മാസമാണ് ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസവം നടക്കുന്ന സമയം. കാവിംഗ് ഇന്റർവെൽ അല്ലെങ്കിൽ രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 13 മുതൽ 16 മാസം വരെയാണ്. ആവറേജ് ലാക്ടേഷൻ ഈൽഡ് 540 മുതൽ 1400 ലിറ്റർ വരെയാണ്. മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് 6 മുതൽ 12.8% വരെ. സുർത്തി ബ്രീഡ് ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ് 45 മാസം. കാവിംഗ് ഇന്റർവെൽ 15 മാസം. ആവറേജ് ലാക്ടേഷൻ ഈൽഡ് 1650 ലിറ്റർ. മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് 7 മുതൽ 8 വരെ. നീലിരവി ബ്രീഡ് ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ് 40 മുതൽ 53 മാസം വരെയാണ്. കാവിംഗ് ഇന്റർവെൽ 15 മാസം. ആവറേജ് ലാക്ടേഷൻ ഈൽഡ് 1600 മുതൽ 1900 വരെ. മെഹസാന ബ്രീഡ് ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ് 43. കാവിംഗ് ഇന്റർവെൽ 16 മാസം. ആവറേജ് ലാക്ടേഷൻ ഈൽഡ് 2000 ലിറ്റർ. മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് 5.2 മുതൽ 9.5% വരെ. നാഗ്പുരി ബ്രീഡ് ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ് 57 മാസം. കാവിംഗ് ഇന്റർവെൽ 14 മാസം. ആവറേജ് ലാക്ടേഷൻ ഈൽഡ് 760 മുതൽ 1500 ലിറ്റർ വരെ. മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് 7 മുതൽ 8.8% വരെ. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാറ്റിലും ബഫലോയുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് സ്പീഷീസ്. കാറ്റിലിന്റെ സ്പീഷീസ് ബൊവൈൻ, ബഫലോയുടേത് ബുബാലിൻ. അഡൾട്ട് മെയിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ ആൺവർഗത്തിൽപ്പെട്ട അനിമൽസിനെ കാറ്റിലിൽ ബുൾ എന്ന് പറയുന്നു, ബഫലോയിൽ ബഫല്ലോ ബുൾ എന്ന് പറയുന്നു. അഡൾട്ട് ഫീമെയിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ പെൺവർഗത്തിൽപ്പെട്ട അനിമൽസിനെ കാറ്റിലിൽ കൗ എന്ന് പറയുന്നു, ബഫലോയിൽ ഷീ ബഫല്ലോ എന്ന് പറയുന്നു. ന്യൂബോൺ അല്ലെങ്കിൽ യങ് വൺ, ജനിച്ചു വീണ കുട്ടികൾക്ക് കാറ്റിലിൽ കാഫ് എന്ന് പറയുന്നു, ബഫലോയിൽ ബഫല്ലോ കാഫ് എന്ന് പറയുന്നു. ആക്ട് ഓഫ് പാർച്ചുറിഷൻ എന്ന് വെച്ചാൽ, പാർച്ചുറിഷൻ എന്ന് വെച്ചാൽ പ്രസവം എന്നാണ് അർത്ഥം. കാറ്റിലും ബഫലോയിലും പ്രസവ പ്രക്രിയയ്ക്ക് കാവിംഗ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് അനിമൽസിനെ പറയുന്നത് കാറ്റിലും ബഫലോയിലും ഹേർഡ് എന്നാണ് പറയുന്നത്. അടുത്തത് മെയിൽ എബവ് 1 year ആൻഡ് അപ് ടു സെക്ഷൽ മെച്യൂരിറ്റി. ഒരു വയസ്സ് പ്രായം കഴിഞ്ഞതും എന്നാൽ പ്രത്യുൽപാദന ശേഷി കൈവരിക്കാത്തതുമായ അനിമൽസിനെ കാറ്റിലിൽ ഇയർലിംഗ് അല്ലെങ്കിൽ യങ് മെയിൽ എന്നാണ് പറയുന്നത്. ബഫലോയിൽ ഇയർലിംഗ് ബഫല്ലോ അല്ലെങ്കിൽ ബഫല്ലോ യങ് മെയിൽ എന്ന് പറയുന്നു.
ഫീമെയിൽ എബോവ് 1 year ആൻഡ് അപ് ടു കാവിംഗ്. 1 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പെൺവർഗത്തിൽപ്പെട്ട അനിമൽസ്, പക്ഷേ പ്രസവം നടന്നിട്ടില്ല, ആദ്യത്തെ പ്രസവം നടന്നിട്ടില്ല, അങ്ങനെയുള്ള അനിമൽസിനെ കാറ്റിലിൽ ഹീഫർ എന്ന് പറയുന്നു, ബഫലോയിൽ ബഫല്ലോ ഹീഫർ എന്ന് പറയുന്നു. കാസ്ട്രേറ്റഡ് മെയിൽ എന്ന് വെച്ചാൽ വന്ധ്യം കരിച്ച മെയിൽ, പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കിയ മെയിൽ. കാറ്റിലിൽ ബുള്ളക്ക് എന്ന് പറയുന്നു, ബഫലോയിൽ ബഫല്ലോ ബുള്ളക്ക് എന്ന് പറയുന്നു. ആക്ട് ഓഫ് മേറ്റിംഗ്, ഇണ ചേരുന്ന പ്രക്രിയയാണ് മേറ്റിംഗ് എന്ന് പറയുന്നത്. കാറ്റിലും ബഫലോയിലും ആക്ട് ഓഫ് മേറ്റിംഗിനെ സെർവിംഗ് എന്നാണ് പറയുന്നത്. ഹൗസസ്, അനിമലിനെ കെട്ടുന്ന തൊഴുത്തിന് ബാൺ അല്ലെങ്കിൽ ഷെഡ് എന്നാണ് കാറ്റിലും ബഫലോയിലും പറയുന്നത്.